ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. ഇന്നത്തെ ലൈവ് ഇച്ചിരി ലേറ്റ് ആയിപ്പോയില്ലേ? അത് സൺഡേ ആയതുകൊണ്ടാണ്. സൺഡേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ ഒരു ചെടി വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നറിയാം. എന്ത് വിൽ ഡു ഇസ് കാണാൻ പറ്റുന്നില്ല അല്ലേ? തല കട്ടാവണം. ഹലോ ജയ് കേട്ടോ. ബല ബല. ദാറ്റ്സ് നൈസ് ടു നോ. I've got a really interesting book that, hey Gigi, good morning, that I would love for you to read. Hey Neetu, morning. Which is Eat That Frog. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകമാണ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് വായിച്ചു. 1-2 പേരൊക്കെ പറഞ്ഞു വളരെ യൂസ്ഫുൾ ആണ്. 3-4 വട്ടം വായിച്ചു. ഇത് തന്നെ നോക്കിയാൽ മതി, കൊള്ളാലോ എന്ന്. പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യണം എന്നുള്ളതിനെ മാറ്റി വെക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കുറേ ടിപ്സ് കിട്ടും, കുറേ റെഫറൻസസ് കിട്ടും. പിന്നെ ഡയറി ഓഫ് വിംപി കിഡ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് വായിക്കണമെന്ന് പറഞ്ഞ്. സോ വി ഗോട്ട് ദാറ്റ്. ക്ലെവർ പോളി ആൻഡ് ദ സ്റ്റുപ്പിഡ് വുൾഫ്. ഗുഡ് മോർണിംഗ് ഗോപിക. അതിൻ്റെ ഒരു കഥ കൂടി വായിക്കണോ വേണ്ടതെന്ന് മെസ്സേജ് ഇടുകയാണെങ്കിൽ ഐ വിൽ. പിന്നെ ഐ തോട്ട് മേ ബി വി കൻ ചെക്ക് സം ക്വിക്ക് സെൻറ്റൻസസ് ഫ്രം ദ ന്യൂസ് പേപ്പർ. ലേറ്റായി ഇന്ന് ഇച്ചിരി കറങ്ങി പിടിച്ചൊക്കെ നിന്നു ആയിരുന്നു. സോ ദാറ്റ് ഓൾസോ ടുക്ക് എ ബിറ്റ് ഓഫ് ടൈം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. സോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബുക്ക് വായിക്കുന്ന ഡ്യൂറേഷൻ നോക്കിയാൽ മതി. അവർക്ക് ഈ എക്സ്പ്ലനേഷനൊക്കെ ബോറിംഗ് ആവും. അഭിയാഷംന ഗുഡ് മോർണിംഗ് എവറിബഡി. ഇറ്റ്സ് എ പ്ലെസന്റ് ഡേ. ദ ഹോൾ വേൾഡ് ഇസ് ക്വയറ്റ്. ലെറ്റ്സ് സീ 21 great ways to stop procrastinating and get more done in less time. 21 great ways. നല്ല കാര്യം. ഗുഡ് മോർണിംഗ് വിനോജ്. ഓക്കെ, ഹേ റോഷ്. ഗ്രേറ്റ് വേസ്, നല്ല മെത്തേഡ്സ് ആണ്. ഇതിൻ്റെ 3rd എഡിസമാണ്. കീനോട്ട് സ്പീക്കറും സെമിനാർ ലീഡറുമാണ് അദ്ദേഹം. 80ഓളം പുസ്തകങ്ങളുടെ ബെസ്റ്റ് സെല്ലിംഗ് ഓതറാണ്. കൺസൾട്ടൻറ്റും ട്രെയിനറും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ പോയിന്റ്സ് നമുക്ക് കിട്ടും. ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ ശ്രദ്ധിച്ചാൽ ഹേവാവച്ചി നമുക്ക് മനസ്സിലാകും ഈ ജോണറിലുള്ള പുസ്തകങ്ങൾ, ബുക്സ് ഇൻ ദിസ് ജോണർ വളരെ സിമിലർ ആയിരിക്കും. ഒരു ഫണ്ടമെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിൽ മൾട്ടിപ്പിൾ പുസ്തകങ്ങൾ നമ്മൾ റെഫർ ചെയ്താലുള്ള ഗുണം, ഇതിലേതെങ്കിലും ഒരു ഓതറിൻ്റെ സ്റ്റൈൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആവും. അതായത് ഒരു കാര്യം പറഞ്ഞു തന്നാൽ മാത്രം പോരാ, അതെങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അത് ഫലവത്താകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ചില ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരും. അതായത് കുഞ്ഞു കാര്യം, നമ്മൾ പുതിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യമല്ല. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ദി കീ ഗോൾസ്, ആക്ടിവിറ്റീസ്, പ്രോജക്ട്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ യുവർ ലൈഫ് ടുഡേ. 1 hour വെയിറ്റിംഗ് ആണ്. ഐ എം സോ സോറി ജിജി, ഐ എം സോ സോറി. Make a list of all the key goals, activities, projects and responsibilities in your life today. Good to know, Kanchana. Which of them are or could be in the top 10 or 20% of tasks that represent or could represent 80 or 90% of your results? 80-20 Pareto എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. അതനുസരിച്ച് നമ്മൾ പറയുന്നത് 80% of the problems are good to know, caused by 20% of people. I'm so sorry. Okay, I will be on time tomorrow onwards. My sincere apologies. പയറ് തോരൻ ഉണ്ടാക്കുന്ന പരിപാടിയില്ലായിരുന്നു ഞാൻ. ഐ വിൽ പുട്ട് എ പിക്ചർ ലേറ്റർ. ആദ്യമായിട്ട് ഞാൻ പയറ് തോരൻ ഉണ്ടാക്കുന്നത്. സോ ഐ വാസ് വെരി ഷുവർ. ഒപ്പിച്ചു. സോ നമ്മൾ വിചാരിക്കും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൺ ടോപ്പ് ഓഫ് അവർ മൈൻഡ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ റിയാലിറ്റി ഈസ് നമ്മളിത് മാർക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഈ ആൽക്കമിസ്റ്റ് ഉണ്ട്. പ്രൊക്രാസ്റ്റിനേഷൻ്റെ പ്രശ്നം എനിക്കുമുണ്ട്. അതായത് ഒരു ഫണ്ടമെൻ്റൽ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചില ജോലി നമുക്ക് വളരെ, അല്ലെങ്കിൽ നമ്മുടെ ചില ടാസ്ക് നമുക്ക് ഭയങ്കര ഹെവി ആണെന്നൊരു നോഷനിലിരിക്കും നമ്മൾ. NOTION നോഷൻ എന്നൊരു ധാരണയിൽ നമ്മളിരിക്കും. റിയാലിറ്റി ഈസ് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ടു ബാഡ്. നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. അയ്യോ ബാങ്കിൽ പോകണമെന്ന്, അത് ചെയ്യണം, പോയി വന്നവളായിരിക്കും വലിയ വിഷയം ഉണ്ടായിരുന്നില്ല അല്ലേ. എനിക്ക് പേഴ്സണലി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ബില്ല് പേ ചെയ്യുക, ബില്ല് നോക്കുക, ഓൺലൈനിൽ തപ്പിയെടുക്കുക. പക്ഷെ ഓരോ തവണ ചെയ്യുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യാറുണ്ട് ഇറ്റ്സ് നോട്ട് ടു ബാഡ്. അങ്ങനെ വരും നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളൊന്ന് ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റീസ് വെക്കണം. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രയോറിറ്റീസിൽ അത് എഴുതിയിട്ടുണ്ടാവില്ല.
നമ്മുടെ ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റീസിൽ നമ്മളത് എഴുതിയിടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൂടാതെ നമുക്കൊരു 20 കാര്യം ചെയ്യാനുണ്ട്. എന്നാൽ ഇതിൽ ടോപ്പ് 5-ൽ വരുന്നത് എന്താണ്? അപ്പോൾ ടോപ്പ് 5-ൽ ഇംഗ്ലീഷ് വരുന്നു എന്നിരിക്കട്ടെ, യൂട്യൂബ് ഓക്കെ, ടോപ്പ് 5-ൽ ഇത് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലവഴിക്കുന്ന സമയം ഇതിന് ചിലപ്പോൾ മതിയാകില്ല. അധികം ഉറങ്ങാണ് കേട്ടോ, അധികം തട്ടി എണീപ്പിക്കണം. പിന്നെ വേറൊരെണ്ണം, പ്രാക്ടീസ് സീറോ ബേസ്ഡ് തിങ്കിങ് ഇൻ എവറി പാർട്ട് ഓഫ് യുവർ ലൈഫ്. എന്താണ് സീറോ ബേസ്ഡ് തിങ്കിങ്? സ്വയമായി ചോദിക്കുക, ഇഫ് ഐ വർ നോട്ട് ഡൂയിങ് ദിസ് ഓൾറെഡി, നോയിങ് വാട്ട് ഐ നൗ നോ, വുഡ് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് അഗെയിൻ ടുഡേ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ മുൻപ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നോയിങ് വാട്ട് ഐ നോ നൗ, എനിക്കിപ്പോൾ അറിയാവുന്ന കാര്യം വെച്ച് ഞാനിത് ചെയ്തു തുടങ്ങുമോ? ഇന്നും if it's not something you would not start again today, knowing what you know now, it's a prime candidate for abandonment or creative procrastination. The creative procrastination കുറിച്ചുള്ള ഇതിൻ്റെ ഒരു ഫർദർ സ്നിപ്പ് ആണ്. I can't explain that. You procrastinate on purpose. നിർബന്ധമായി ചെയ്യുക എന്ന് പറഞ്ഞു. Obey the law of forced efficiency. ഒരിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല. ലോ ഓഫ് ഫോഴ്സ്ഡ് എഫിഷ്യൻസി പറയുന്നതാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട്. മോളുടെ ക്രാഫ്റ്റിനെ കുറിച്ച് ഐ സോ ദ നോട്ട്. താങ്ക് യു. അദ്വികയുടെ ഫസ്റ്റ് ലൈവ് അറ്റംപ്റ്റ് ആണ്. ഞാൻ മെസ്സേജ് കണ്ടു ഞാൻ എന്തില്ലാത്തതെന്ന്. ഞാൻ പറയില്ലേ, തെറ്റ് വരുത്തിയും ട്രൈ ചെയ്തുമാണ് നമുക്കെല്ലാം നന്നാവേണ്ടിയെന്ന്. സോ ദാറ്റ് വാസ് ഫോർ അദ്വിക ടു ട്രൈ ആൻഡ് സീ ഹൗ എ ലൈഫ് ഗോസ്. അദ്വിക എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. അദ്വികയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അദ്വികയ്ക്ക് അത് അഡ്മിനിസ്ട്രേഷനായിരുന്നു. അദ്വിക കത്രിക മറന്നുപോയി, ഗ്ലൂ മറന്നുപോയി, ഓഡിയോ കണക്ടിവിറ്റി കുറവായിരുന്നു, കുറേ ഫില്ലേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരിക്കൽ ട്രൈ ചെയ്താൽ മാത്രമേ അദ്വികയ്ക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫണ്ടമെൻ്റൽ ബിലീഫ് ട്രയൽ ആൻഡ് എറർ മെത്തഡോളജിയാണ്. ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ധൈര്യസമേതം എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇന്ന് ക്രാഫ്റ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. 13 വയസ്സിലുള്ള കുട്ടികളുടെ കാര്യമല്ല, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ അദ്വിക മേക്സ് എ ലോട്ട് ഓഫ് ക്രാഫ്റ്റ്. അദ്വിക വളരെ ചെറുതായിരിക്കുമ്പോൾ മുതൽ ഞാൻ ഇതുപോലുള്ള ക്രാഫ്റ്റ്സ് കൂടി ഇരുന്ന് ചെയ്യുമായിരുന്നു. ഓ ദാറ്റ്സ് സോ നൈസ്. കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ ഞാൻ കണ്ടിടത്തോളം എല്ലാ കുട്ടികൾക്കും എക്സെപ്ഷണൽ ടാലൻ്റ് ഉണ്ട്. പെയിൻറ്റിങ്ങും ക്രാഫ്റ്റിങ്ങും. പക്ഷേ ഓരോന്നിലായിരിക്കും കേട്ടോ. ചിലർക്ക് എൻ്റെ ചേട്ടൻ്റെ മൂത്ത മോന് ഫിഷ് അതൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. അവന് കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം തനിയെ ചെയ്യാനാണ്. അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാകും. ആ ടേസ്റ്റിനനുസരിച്ച് നമ്മളൊന്ന് ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം വളരെ ക്രിയേറ്റീവ് ആവും. പിന്നെ എന്ത് ചെയ്താലും എക്സൈറ്റിംഗ് ആക്കണം. അദ്വിക ഈസ് മൈ ഡോട്ടർ. യെസ്, സോ ഗുഡ് ജിജി. അത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഞാൻ അന്നൊരു പുസ്തകം വായിച്ചിരുന്നില്ലേ, 101 ബുക്ക് ഓഫ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു അല്ലേ, 101 തിങ്സ് ടു ഡു. അതിൽ നിന്ന് എടുത്തുള്ള ഒരു ഈസി ക്രാഫ്റ്റാണ്. അദ്വിക ക്രാഫ്റ്റ് ഒരുപാട് സമയമെടുത്ത് ചെയ്യാറുണ്ട്, ഇച്ചിരിയേറെ സമയമെടുക്കും. സോ ഈറ്റ് ദാറ്റ് ഫ്രോഗിൻ്റെ അഗെയിൻ PDF ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ചെറിയ ഇൻസേർട്ട്സ് കിട്ടും കേട്ടോ. ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് യു ടേക്ക് സം ടൈം ടു റീഡ് ഇറ്റ്. ഈ ഒരു പുസ്തകത്തിന് മറ്റൊരു ഗുണം കൂടി ഞാൻ പറയാം. നമുക്ക് പുസ്തകം വായന എന്ന് പറഞ്ഞ ശീലമില്ലല്ലോ, അപ്പോൾ പ്രയാസമല്ലേ ഒരു പുസ്തകം വായിക്കാൻ. താങ്ക് യു അഭിയ. ഈ പുസ്തകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് മുഴുവൻ വായിച്ച് തീർക്കണം എന്നില്ല. ഇപ്പം ഞാൻ വായിച്ചതുപോലെ ഒരു ചെറിയ ഭാഗം, ഹിയർ ഇസ് ദ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ, ചുമ്മാ ഇത്രയും റാൻഡംലി എടുത്തതാണ്. ഹിയർ ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റ് ക്വസ്റ്റ്യൻസ് യു വിൽ എവർ ആസ്ക് ആൻഡ് ആൻസർ. ഇതാണ് നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ചോദിച്ചുത്തരം പറയുന്ന ഒരു വലിയ ചോദ്യം. What one skill, if I developed and did it in an excellent fashion, would have the greatest positive impact on my career? എൻ്റെ ജോലി മേഖലയിൽ ഞാൻ ഏത് ഒരു കാര്യം നന്നായി കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്കൊരു എക്സലൻറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുക. എൻ്റെ കരിയറിലോ എൻ്റെ ജീവിതത്തിലോ എന്ത് തന്നെയും ആവാം. ഈ ചോദ്യം ഉപയോഗിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെ നോക്കൂ, ഉത്തരം അറിയാൻ പറ്റും. യു ഷുഡ് യൂസ് ദിസ് ക്വസ്റ്റ്യൻ ടു ഗൈഡ് യുവർ കരിയർ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ലുക്ക് ഇൻ ടു യുവർ സെൽഫ് ഫോർ ദി ആൻസർ. ഉള്ളിലേക്ക് തന്നെ നോക്കൂ ഉത്തരത്തിന് വേണ്ടി. യു പ്രോബബ്ലി നോ വാട്ട് ഇറ്റ് ഈസ്. എന്താണ് ഉത്തരമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. പിന്നെ പറയുന്നുണ്ട്, ആസ്ക് യുവർ ബോസ്. 100-year-old man who climbed out the window and disappeared. Swedish. Yes, I have got that book. It's amazing. I will explain to you overview. Ask your boss this question. Ask your co-workers. Ask your friends and family. Whatever the answer is, എന്ത് തന്നെയാണ് ഉത്തരമെങ്കിലും, go work to bring up your performance in this area. പോയി നിങ്ങളുടെ ഈ ഏരിയയിലെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു.
The good news is, ഇതെനിക്ക് ഇഷ്ടമാണ്, the good news is that all business skills are learnable. See, the good news is all skills are learnable. പഠിക്കാൻ പറ്റാത്തതായിട്ട് യാതൊരു സ്കില്ലുമില്ല. ഇതിൻ്റെ മാനദണ്ഡം നമ്മൾ കൽപ്പിക്കുന്നത് ആരെ ബേസ് ലൈൻ ചെയ്താണ്. നമ്മൾ മനസ്സിലായിരിക്കും ഇയാളെപ്പോലെ എന്ന് നമ്മൾ ബേസ് ലൈൻ ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും സ്കില്ല് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. എത്ര എക്സ്പെർട്ടീസിൽ നമ്മളത് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കണം. പിന്നെ ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി ഓരോ സ്ഥലത്താണ്. ഐ എം വെരി വീക്ക് ഇൻ മാത്സ് എൻ്റെ ഒരു വീക്ക് ഏരിയയാണ്. അധികോട് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ തീർച്ചയായും പറയാൻ കേട്ടോ. ഷി വിൽ ഡു മോർ തിങ്സ്. കുട്ടികൾക്ക് എൻഗേജ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. സമയമൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സമയത്ത് വരും. ബിക്കോസ് ഷീ ഈസ് വെരി ഇൻകൺസിസ്റ്റൻറ്റ്. ടൈം ഡിസിപ്ലിൻ ഇസ് സംതിങ് ദറ്റ് വി ആർ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഓൺ. സോ ഐ എം സോറി, ഐ എം ഓൾവേസ് സ്പീക്കിംഗ് ഇൻ ബിറ്റ്വീൻ. ഇദ്ദത്ത് ഫ്രോഗ് എന്ന് പറഞ്ഞ പുസ്തകം ഹായ് ദുർഗ വാങ്ങി കയ്യിൽ വെക്കൂ. അങ്ങനെ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകം സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. അല്ലെങ്കിലും ഇതിൻ്റെ ഫുൾ പ്രൈസ് 250 rupees. ആമസോണിൽ ഇനി ഓപ്പൺ ആകുമ്പോൾ അതിനേക്കാളും ചീപ്പായിട്ട് കിട്ടും. സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 80 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പുസ്തകമാണ്. സോ ട്രൈ പിക്ക് ദിസ് അപ്പ്. കയ്യിൽ വെച്ച് മുഴുവനൊന്നും വായിക്കണ്ട, ഒരു പേജ് ആയിക്കോട്ടെ. ക്ലെവർ പോളി ആൻഡ് ദ സ്റ്റുപ്പിഡ് വുൾഫ് ഉണ്ട്. അതിൽ ഒരു ചാപ്റ്റർ കൂടി വായിക്കണോ വേണ്ടിയോ എന്ന് പറയുക. വായിക്കണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് വായിക്കാം. ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു ഡയറി ഓഫ് എ വിംപി കിഡ് കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇപ്പോൾ ടൈം ഡ്യൂറേഷൻ നോക്കിക്കോളൂ, 12:13 ആയി. ഇവിടെ മുതൽ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുത്താൽ മതി. വലിയ ഗ്യാനൊന്നും പിള്ളേർക്ക് ഇഷ്ടമാവില്ല, പിള്ളേർക്ക് ബോറടിക്കും. ടു ഡോറിയൻ ഇംഗ്ലീഷ് ടോക്ക് ചെയ്തു സുചിത്ര. വെനസ്ഡേ, October Wednesday. My parents are always saying, അത് ഞാൻ ഒരിക്കൽ വായിച്ചില്ലേ, the world doesn't revolve around me, but sometimes I wonder if it does. When I was a little kid, I saw this movie about a man whose life is secretly being filmed for a TV show. This guy is famous all over the world and he doesn't know it. Well, ever since I saw that movie, I've kind of figured that the same thing is possible to me. I'm going to skip this because I think I read this. But sometimes I wonder how much of my life is real and how much of it is rigged. Rigged exact artham എനിക്കറിയില്ല. I think mail ചെയ്യാം. എന്താ വേണ്ടി വെച്ചാൽ mail me what you want. Because half the things that happen to me are so ridiculous. I wonder if someone else is pulling the strings. എനിക്ക് സംഭവിക്കുന്ന പകുതി കാര്യങ്ങളും റിഡിക്യുലസ് ആയതുകൊണ്ട് ഞാൻ വിളിക്കടാ ഇത് വേറെ ആരെങ്കിലും പണി തരുന്നതാണോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. If it's all fake, the least the people in charge can do is give me some juicier storylines to work with. Okay. Hangouts undel talk ചെയ്ത് പഠിക്കാം. Okay, maybe she's speaking about an app. I'm not aware, sorry. അതൊക്കെ ഫേക്ക് ആണെങ്കിൽ, ഫേക്ക് എന്ന് പറഞ്ഞാൽ കള്ളമാണെന്നുണ്ടെങ്കിൽ, the least the people in charge can do is, ചാർജിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതെന്താണെന്ന് വെച്ചാൽ give me some juicier storylines to work with. എനിക്ക് ഈ വിർച്വലായിട്ട് ഞാൻ ജീവിക്കുന്നത്, ഈ ക്യാരക്ടർ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് ഒരു നാടകമാണ് എന്ന രീതിയിലാണ്. കുറച്ചുകൂടി നല്ല സ്റ്റോറി ലൈൻ തരാമായിരുന്നു എന്ന്. Every once in a while, I wonder if the people in my life are who they seem to be or if they are really just actors. അത്യാവശ്യം കോംപ്ലെക്സ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. Every once in a while, ഇടയ്ക്കിടയ്ക്ക് I wonder, വല്ലപ്പോഴും ഒരിക്കൽ ഞാനിങ്ങനെ ചിന്തിക്കും. I wonder if the people in my life are who they seem to be. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ആൾക്കാർ ഞാൻ ആരാണെന്ന് വിചാരിക്കുന്നു അവർ തന്നെയാണോ? Or if they are just really actors. ഈ സെൻറ്റൻസ് will you repeat after me? I'm going to say it again. Every once in a while, I wonder if the people in my life are who they seem to be or if they are really just actors. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ റെപ്പിറ്റേഷനായിട്ട് 3-4 തവണ പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റൈലൈസേഷൻ കൂട്ടിയെടുക്കാൻ പറ്റും. ബാക്കി കാരണം ഇത് ലൗഡ് തിങ്കിങ് ആണ്. ഇഫ് ദേ ആർ ആക്ടേഴ്സ്, ഐ ഹോപ്പ് ദ കിഡ് ഹു ഈസ് പ്ലേയിങ് മൈ ഫ്രണ്ട് റൗലി ഗെറ്റ്സ് എൻ അവാർഡ് ബിക്കോസ് ഹി ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് പ്രിറ്റൻഡിങ് ടു ബി എ ഡൂഫസ്. ഡൂഫസ് എന്ന് പറഞ്ഞാൽ ഡംബോ, മണ്ടൂസ്. And if my brother Roderick is actually just some guy getting paid to act like a jerk, then that makes me see him in a whole new light. ഇത് നല്ലൊരു യൂസേജാണ്. എൻ്റെ ബ്രദർ റോഡറിക്ക് ഒരു 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 അലവലാതി എന്നൊക്കെ പറയും, ജേർക്ക്. ഐ സച്ച് എ ജേർക്ക്. അലവലാതി അലവലാതിയായിട്ട് അഭിനയിക്കാൻ വേണ്ടി പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ അവനെ ഇനി ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണേണ്ടി വരും, കാരണം അവൻ അമേസിങ് ആണെന്നാണ് പറയുന്നത്. ദെൻ
that makes me see him in a whole new light. Repeat the statement after me. And if my brother Roderick is actually just some guy getting paid to act like a jerk, then that makes me see him in a whole new light. Who knows? ആർക്കറിയാം? Maybe he's a nice guy in real life and one day we'll be good friends. വളരെ സ്വപ്ന ലോകത്താണ് നമ്മുടെ കഥാപാത്രം. But if my parents are actors, then that's just wrong. ആൽക്കമിസ്റ്റ് നാളെ വായിക്കാം. ആൽക്കമിസ്റ്റ് പക്ഷേ വലിയ ഹെവി പുസ്തകമാണ്, കുറച്ച് സമയമല്ലേ ഉള്ളൂ നമുക്ക്. But if my parents are actors, then that's just wrong. I've made a lot of Mother's and Father's Day cards over the years. You know, വർഷങ്ങളിൽ I've done these things over the years. ഈ പല വർഷങ്ങളിൽ ഞാനിത് ചെയ്തിരുന്നു. ഒരുപാട് Mother's and Father's Day cards ഉണ്ടാക്കിയിരുന്നു. If this is all a sham എന്ന് പറഞ്ഞാൽ കള്ളത്തരം, നമുക്കറിയാലോ. Then I deserve to get paid for my time and effort. അങ്ങനെ ഇതൊക്കെ കള്ളത്തരമാണെങ്കിൽ അച്ഛനമ്മയ്ക്ക് എഴുതി കൊടുത്ത് മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ കാർഡിനൊക്കെ എനിക്ക് പൈസ തരണം. And speaking of getting paid, I'll bet my real parents are set for life thanks to me. ചെറിയ സർക്കാസ്റ്റിക് ആയിട്ട് വേണമെങ്കിലും പറയാം, ക്യൂട്ടായിട്ട് വേണമെങ്കിലും പറയാം. And speaking of getting paid, ഇനി പൈസ കിട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ I'll bet my real parents and യഥാർത്ഥ parents are set for life. അവർ ജീവിതത്തിൽ വളരെ വൻ സെറ്റാണെന്ന്. താങ്ക്സ് ടു മീ. എനിക്ക് നന്ദി പറഞ്ഞോളൂ, കാരണം ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണെന്ന്. ഇത്രയും കൂടി വായിക്കാം. ബട്ട് ഐ എം ഡൂയിങ് എവറിത്തിങ് ഐ ക്യാൻ ടു മേക്ക് ഷുവർ ഐ ക്യാൻ ക്യാഷ് ഇൻ ലേറ്റർ. ക്യാഷ് ഇൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് പറയും എന്തെങ്കിലും വേണം, ഇല്ലല്ലോ കുഴപ്പമില്ല, ഐ വിൽ ക്യാഷ് ഇൻ ലേറ്റർ, അത് ഞാൻ പിന്നീട് ക്യാഷ് ഇൻ ചെയ്തോളാം. നമുക്കിത് പിന്നീട് ക്യാഷ് ഇൻ ചെയ്യാം, നമുക്ക് പിന്നീട് അതിൻ്റെ പ്രതിഫലം എടുക്കാം. അതൊരു യൂസേജാണ്. On most TV shows, the main characters has a catchphrase that they say at least once per episode. സാധാരണ വലിയ മൂവീസിലും ഒക്കെ ക്യാച്ച് ഫ്രേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ഒരെണ്ണം കൊണ്ടുവന്നിട്ടെന്നാണ് പറയുന്നത്. ഐ ഡ്രോപ്പ് ഇറ്റ് ഇൻ ടു എവറി കോൺവെർസേഷൻ വൺസ് ഇൻ എ വൈൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും സംസാരിക്കുമ്പോൾ കോൺവെർസേഷനിൽ ഡ്രോപ്പ് ഇൻ ചെയ്യും, കാരണം ഞാൻ ക്യാരക്ടറാണെന്ന് അസ്യൂം ചെയ്ത് ജീവിക്കല്ലേ. വെൽ ബൈറ്റ് മൈ ബിസ്ക്കറ്റ്സ് എന്നുള്ളതാണ് പുള്ളിയുടെ ക്യാച്ചി ഫ്രേസ്. സോ ദാറ്റ്സ് ഹൗ ദ വിംപി കിഡ് ഗോസ്. വിംപി കിഡ്സ് എന്ന് പറഞ്ഞാൽ കിഡിൽ ഇച്ചിരി ക്രേസി ആയിട്ടാണ്, ഒരുപാട് ചിന്തകളുണ്ട്, പക്ഷെ ഒരുപാട് ബിക്കോസ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ആൻ ഇൻ്റർനാഷണൽ ഓതർ, പുറത്തുള്ള ആ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും ഒക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. കൾച്ചർ ഹാസ് എ ബിഗ് പാർട്ട് ടു പ്ലേ. അപ്പോൾ കൾച്ചറലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇംഗ്ലീഷ് മൂവീസും കൂടെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിനോട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. ആ കണക്ഷൻസ് ഉണ്ടാകുന്നതിലൂടെ നമുക്ക് നന്നായി ഓർമ്മ നിൽക്കും. ക്ലെവർ പോളി ആൻഡ് ദ സ്റ്റുപ്പിഡ് വുൾഫ്. അപ്പോൾ 1835 ആകുമ്പോൾ ക്ലെവർ പോളി എടുത്താൽ മതി കുട്ടികൾക്കാണെങ്കിൽ. ഇത് നമ്മൾ ഇന്നലെ വായിച്ചു ദ വുൾഫ് നെവർ കെയിം ബാക്ക്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഡിഡ് ഐ സേ ദാറ്റ് ദ വുൾഫ് നെവർ കെയിം ബാക്ക്? ഐ എം റോങ്. He did come back a year or two later. This time, Polly was sitting at the window of the drawing room and she saw the wolf open the garden gate and glance anxiously around. Glance on ingane nokkuka, anxious aayittu nokkuka. He looked up and saw Polly. Nokkiyappo aare kandu Polly. Good morning, Polly, said the wolf. Good morning, wolf, said Polly. What have you come here for? നീ എന്തിനാ ഇവിടെ വന്നേ? What have you come here for? നമുക്ക് യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസ് ആണ്. യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞൊരു നോട്ട് പുസ്തകം വയ്ക്കുകയാണെങ്കിലേ ഇതൊക്കെ എഴുതിയിടായിരുന്നു. I have come to eat you up, replied the wolf. What did the wolf say? I have come to eat you up. And this time I'm going to get you. Polly smiled. She knew the last time she had been cleverer than the wolf, and she was not really frightened. I'm not going to eat you up this morning, said the wolf. I'm going to come back in the middle of the night and climb in at your bedroom window and gobble you up. By the way, said the wolf, which is your bedroom window? That one, said Polly, pointing towards, right at the top of the house. You will find it rather difficult, won't you, to get up there? മുകളിലുള്ള വിൻഡോയാ പോളി കാണിച്ചു കൊടുത്തേ. ഇതാ പടം. Then the wolf smiled. I'm cleverer than you think. Nee vicharikkannenekkalum enikku buddhi undu. And he said, I thought it would probably mean climbing and I have come prepared. Polly saw him go to a flower bed and make a little hole in the earth. Into the hole he dropped something. She couldn't see that and covered it
carefully up again. "Wolf," said Polly, "what were you doing there? Wolf, what were you doing there?" "Oh," said the wolf, "this is my great cleverness. I have planted a pip of a grape." ഒരു ഗ്രേപ്പിൻ്റെ സീഡ് ഓഗുഡ് നമ്മിത്താവ് പ്ലാന്റ് ചെയ്തതാണെന്ന്. "This pip will grow into a vine." ഈ പിപ്പ് എന്ത് ചെയ്യും? അതൊരു വൈൻ, അത് വള്ളിയായിട്ട് വളർന്ന് കയറും. "And the vine will climb up the house." എന്നിട്ട് എന്ത് പറ്റും? ഈ വൈൻ വീട്ടിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറും. "And I shall climb up the vine." How silly and sweet, അല്ലേ? "Oh," said the wolf, "this is my great cleverness. I have planted a pip of a grape. The pip will grow into a vine, and the vine will climb up the house, and I shall climb up the vine. I shall pop in through your bedroom window, and then, Polly, I shall get you at last." Polly laughed. "Poor wolf," she said. "Do you know how long it will take for that pip to grow into a vine?" കുറുക്കന് നിനക്കറിയാമോ എത്ര നാളെടുക്കും ഈ പിപ്പ് വൈനാകാനെന്ന്? "No," said the wolf. 2 or 3 days. 2-3 ദിവസം. "I'm very hungry." "Perhaps," said Polly, "in a week or two a little shoot might poke its way above the ground." Perhaps, ചിലപ്പോൾ ഒരു ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരു കൊച്ചു ഷൂട്ട്, ഒരു ചെറിയ ഷൂട്ടിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, എഴുതിയിടണേ അറിയാമെങ്കിൽ, would pop up, ഇങ്ങനെ പൊങ്ങി വരും above the ground. But it would be months before the vine would start climbing, and years before it could reach my bedroom window. "Oh, bother," said the wolf. "I can't wait years and years to reach your bedroom window. I shall have to have another idea, even better than this one. Goodbye, Polly, for the present." And he trotted off. He trotted off. About a week later, Polly was sitting at the drawing room window again. She was sewing. SEWING എന്നാണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ നമ്മൾ ഉച്ചാരണം സോയിങ് ആണ്. സൂയിങ് നമുക്ക് വായിക്കാൻ തോന്നും, സോയിങ്. And did not notice the wolf come into the garden until she heard a sort of scrambling noise outside. ഇങ്ങനെ കരബരാന്നാക്കുന്ന നോയ്സ്. Then she looked out of the window and saw the wolf very busy planting something in the earth again. "Good morning, wolf," said Polly. "What are you planting this time? ഇത്തവണ നീ എന്താ നടുന്നേ? What are you planting this time? What's your idea this time? What are you thinking this time?" ഇപ്പോൾ നീ എന്താ ആലോചിക്കുന്നത് ഇത്തവണത്തേക്ക്? അതായത് മുൻപേ ഒരു തവണ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. "This time," said the wolf, "I have a really good idea. This time I have a really good idea. I'm planting something which will grow up your window in a moment." ഒരു നിമിഷം കൊണ്ട് വളരുന്നതാണ്. "Oh," said Polly, interested, "what is that?" "I have planted the rung of a ladder." Rung of a ladder എന്ന് പറഞ്ഞാൽ ലാഡറിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. I will also have to pick it up. "By tomorrow morning there'll be a long ladder stretching right up to your bedroom window. I specially chose a rung from the longest ladder I could see. A steeplejack was on other end of it, climbing a church steeple. He will be surprised when he comes down and finds the bottom rung of his ladder has gone. But in a very short time I shall be climbing in at your bedroom window, little Polly, and that will be the end of you." Polly laughed. "Oh, poor wolf, didn't you know that ladders don't grow from rungs or from anything else?" ഈ ഏണി അതിൻ്റെ ഒരു അറ്റത്തിൽ നിന്ന് വളരില്ല എന്ന് എനിക്കറിയില്ലേ കുറുക്ക? "They have to be made by humans. And however many rungs you plant in this garden, even of steeplejack's ladders," എന്താണോ അറിയില്ല കേട്ടോ steeplejack, "they won't grow into anything you could climb up. Go away, wolf, and have a better idea if you can." പോകൂ കുറുക്ക, പറ്റുമെങ്കിൽ ഒരു ബെറ്റർ ഐഡിയയുമായിട്ട് വരൂ. A week later, Polly, who now knew what to expect, was sitting at the drawing room window, looking up and down the road. "What are you waiting for?" asked her mother. "I am waiting for that stupid wolf," said Polly. "He's sure to come today. I wonder what silly idea he will have got into his black head now." കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻസ് വളരെ ഹെൽപ്ഫുൾ ആണ്. കോൺവെർസേഷൻസിൽ നിന്ന് നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ കിട്ടും. "നീ എന്തിനാ കാത്തിരിക്കുന്നത്?" "ഐ എം വെയിറ്റിംഗ് ഫോർ ദ സ്റ്റുപ്പിഡ് വുൾഫ്. ഹി ഈസ് ഷുവർ ടു കം ടുഡേ." അവന് ഉറപ്പായിട്ടും വരും. "ഐ വണ്ടർ വാട്ട് സിലി ഐഡിയ ഹി വിൽ ഹാവ് ഗോട്ട് ഇൻ ടു ഹിസ് ബ്ലാക്ക് ഹെഡ് നൗ." എന്ത് മണ്ടൻ ഐഡിയ ആണോ എന്തോ അവൻ്റെ കറുത്ത തലയിൽ നിന്ന് ഉണ്ടാവുക. Presently the gate squeaked and the wolf came in carrying something very carefully in his mouth. മോമോനെ കൊണ്ടുവരാത്താണ് കേട്ടോ, തറയിലിരിക്കുമ്പോൾ വന്ന് മുടി കടിക്കും.
The wolf came in carrying something very carefully in his mouth. വളരെ ശ്രദ്ധയോടുകൂടി വായിൽ എന്തോ എടുത്തുകൊണ്ടാണ് wolf വന്നത്. He put it down on the grass and started to dig a deep hole. നിലത്ത് വെച്ചിട്ട് ഒരു വലിയ കുഴി മാന്താൻ തുടങ്ങി. Polly watched him drop the thing he had been carrying into the hole, cover it over with earth again, and stand back with a pleased expression. Wolf, called Polly, what have you planted this time? This time, replied the wolf, you aren't going to escape. Have you read Jack and the Beanstalk, Polly? ആ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Jack and the Beanstalk. കുട്ടികൾക്കുള്ള പുസ്തകമാണ്. Well, I haven't exactly read it, said Polly, but I know the story very well indeed. This time, said the wolf, I've planted a bean. Now, we know from the story of Jack that beans grow up to the sky in no time at all. In no time at all എന്ന് പറഞ്ഞാൽ ഒട്ടും സമയം എടുക്കില്ല എന്ന്. Oh, this will be done in no time. ചെയ്ത് തീരാറായോ? I'll be done in no time. Complete ആയോ? Oh, that will be completed in no time. അധികം സമയം എടുക്കില്ല എന്ന്. പെട്ടെന്ന് വളരുമെന്നാണ് ഉദ്ദേശിച്ചത്. And perhaps I shall be in your bedroom before it's light tomorrow morning. നാളെ രാവിലെ വെളിച്ചം വരുന്നതിന് മുൻപ് ഞാൻ നിന്റെ ബെഡ്റൂമിൽ ഉണ്ടാവും. Crunching up the last of your little bones. നിന്റെ കുഞ്ഞ് എല്ലിൻ കഷ്ണങ്ങൾ കടിച്ച് കഴിക്കുകയായിരിക്കും. A bean? said Polly, very much interested. Where did it come from? എവിടെ നിന്ന് വന്നു? ഞാനപ്പോൾ അതൊരു പോഡിൽ നിന്ന് ഇളക്കിയെന്നാണ് പറയുന്നത്. പ്രൗഡായിട്ട് വുൾഫ് പറയണം. പക്ഷേ എൻ്റെ പ്രയോഗം ശ്രദ്ധിച്ചോളൂ. I shelled it out of its pod. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാത്തൊരു പ്രയോഗമാണ്. Shelled it out of its pod. ഒരു പോഡിൽ നിന്ന് ഇറക്കിയത്. ഇത് ബീൻസ് ഇങ്ങനെ അതിൻ്റെ സ്ട്രിപ്പിലല്ലേ ഇരിക്കുക, അതിനുള്ളിൽ നിന്ന് അതിനെ ഇളക്കുക എന്നുള്ളതിന് പറയുന്നതാണ് I shelled it out of its pod. And the pod, where did that come from? ആദ്യം എന്താ ചോദിച്ചേ? Where did a bean? Where did it come from? I shelled it out of its pod. And the pod, where did that come from? I bought it in the vegetable shop with my own money. എൻ്റെ സ്വന്തം പൈസ വെച്ച്, he added. I bought half a pound and it cost me a whole 6 pence. ഞാൻ pod, P-O-D, pot അല്ല pod, P-O-D. I bought, നാളെ ഏത് ബുക്കാണ്? Alchemist പറഞ്ഞിട്ടുണ്ട്, plus I will read something else too. I bought it half a pound and it cost me a whole 6 pence, but I shall not have wasted it because it'll bring me nice, juicy little girl to eat. You bought it, said Polly, yourself with your money? All by myself, said the wolf grandly. No one gave it to you, Polly insisted. No one, said the wolf. He looked very proud. You didn't exchange it for anything, Polly asked. No, said the wolf. Now he was a little puzzled. Yeah. Oh, poor wolf, said Polly pityingly. Pityingly എന്ന് പറഞ്ഞാൽ എന്താണ്? പിറ്റി തോന്നുക എന്ന് പറയത്തില്ലേ? സഹതാപത്തോടെ. Oh, poor wolf, said Polly pityingly. You haven't read Jack and the Beanstalk at all. നീ ജാക്കും ബീൻസ്റ്റോക്കും നീ വായിച്ചിട്ടേ ഇല്ല. Don't you know that it's only a magic bean that grows up to the sky in a night and you can't buy magic beans? നിനക്കറിയില്ലേ, മാജിക് ബീനാണ് ആകാശത്തേക്ക് വളർന്നു ഉയരുന്നത്. നിനക്ക് മാജിക് ബീൻ മേടിക്കാൻ പറ്റില്ല. You have to be given them by an old man in exchange for a cow or something like that. ഒരു പശുവിനോ മറ്റോ എക്സ്ചേഞ്ച് ആയിട്ട് ഒരു പ്രായമായ മനുഷ്യൻ നിനക്ക് തരണം. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. It's no good buying beans, that won't get you anywhere. ഇതും നല്ല പ്രയോഗമാണ്. It's no good buying beans. It's no good listening to videos, that won't get you anywhere. It's no good sitting and crying, that won't get you anywhere. It's no good worrying, that's not going to help. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആക്ട് ചെയ്യണം. 2 large tears dropped from the wolf's eyes. Wolfന്റെ കണ്ണിൽ നിന്നാണ് വലിയ 2 large tears drop ചെയ്തു. But I haven't got a cow, he cried. അവൻ എന്താ പറഞ്ഞേ? But I haven't got a cow. If you had, you wouldn't need to eat me, Polly pointed out. നിനക്കത് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നെ കഴിക്കേണ്ടി വരില്ലായിരുന്നു. You could eat the cow. നിനക്ക് പശുവിനെ കഴിക്കായിരുന്നു. It's no good, wolf. You aren't going to get me this time. കുറുക്ക, വലിയ പ്രയോജനമൊന്നുമില്ല, ഇത്തം നിനക്ക് എന്നെ കിട്ടില്ല. Come back in a month or 2. എപ്പോഴാണ് വരേണ്ടത്? Come back in a month or 2. 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് നീ തിരിച്ചു വാ. And we'll have a bean feast of the plant you've just planted. 2 മാസം കഴിഞ്ഞ് നീ വരുമ്പോൾ നീ ഇപ്പോൾ നട്ട പ്ലാന്റിൽ നിന്ന് നമുക്കൊരു ബീൻ ഫീസ്റ്റ് തന്നെ കഴിക്കാം. I hate beans, the wolf sighed. കണ്ടോ? Sighed. I hate beans. And I've got nearly a whole half pound of them at home. ഒരുപാട് വാങ്ങിച്ചില്ലേ? He turned to go. But don't be too cock-a-hoop, Miss Polly.
സ്ലാങ് ആണ്. വലിയ ആളായിട്ടൊന്നും ഇരിക്കേണ്ട മിസ് പോളി എന്ന്. ബട്ട് ഡോണ്ട് ബി ടു കോക്ക് എ ഹൂക്ക് മിസ് പോളി, ഫോർ ഐ വിൽ ഗെറ്റ് യു യെറ്റ്. ഞാൻ നിന്നെ പിടിക്കുമെന്ന്. But clever Polly knew he never would. What did clever Polly know? That he never would. So that's the second chapter from Catherine Store's Clever Polly and the Stupid Wolf. It's a beautiful read. So, and then we have done 30 minutes. Wow. So when it's 30 minutes or 31 minutes, we have some news headlines. ഏത് പത്രമാണെന്നുള്ളതൊന്നും വിഷയമല്ല കേട്ടോ. ഏതെങ്കിലും ഒരു പത്രം എന്ന് ചിന്തിച്ചാൽ മതി. പത്രവിതരണം അവശ്യ സർവീസ്. മുഖ്യമന്ത്രി. പത്രവിതരണം is a required service. It's a mandatory service. അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കും. Basic necessities will be given. The basic necessities will be ensured. ENSURED എന്നും പറയാം. കാസർഗോഡ് കർണാടകം മണ്ണിട്ട് അടച്ചത് 20ഓളം റോഡുകൾ. കർണാടക closed all. Karnataka filled, land-filled. Karnataka filled the roads in. Karnataka filled almost 20 roads in Kasaragod by putting. Could write well, I think. By putting, by dumping sand in it. 6 പേർക്ക് കൂടി corona. 6 more people have corona. രാജ്യത്ത് മരണം 22. 22 more died in the country. Entrance മാറ്റി. Entrance has been changed. യഥാർത്ഥ വാർത്തയും വ്യാജ വാർത്തയും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസമായേക്കാം. That's quite a long sentence. The difference, യഥാർത്ഥ വാർത്തയും വ്യാജ വാർത്തയും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസമായേക്കാം. ഇംഗ്ലീഷ് നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കണം. The difference between a real news and fake news could actually be the difference between life and death. Okay, the difference between real news and fake news could be the difference between life and death. So it's being said that it can be as important as that. So I've been watching some videos on corona by international victims or patients, some of them who have recovered, but it definitely is scary. Let's hope, thank you Namita, let's hope that things settle down. Let's hope that things calm down. But if there are things that you have been procrastinating, now is the opportunity. Grab the opportunity now. Do whatever you can. Oru page engilum oru page read. Honestly speaking, I'm not able to find time to do things. Okay, so we're doing little bit of farming as well. നമ്മൾ പറ്റുന്നത് പോലെ സൈഡിൽ ചെടിയൊക്കെ നടുന്നുണ്ട്. ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. പുസ്തകം വായിക്കാം. ഒരുപാട് നല്ല സിനിമകളുണ്ട് കാണാൻ. ക്രാഫ്റ്റ്സ് ചെയ്യാം. പുതിയ കുക്കിംഗ് ഡിഷസ് ലൈറ്റായിട്ടുള്ളത്, പറ്റുന്ന രീതിയിലുള്ളത് വീട്ടിലെല്ലാ കാര്യങ്ങളും വെച്ച് ട്രൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു വലിയ ഗുണമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ള റിസോഴ്സസ് ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു നല്ല പ്രാക്ടീസാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്ത് ശീലിക്കുക. അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാവുക നമ്മളെ എക്സെപ്ഷണലി സഹായിക്കും. അതെന്താണെന്നറിയാമോ? ഇന്ന് രാവിലെ കുക്ക് ചെയ്യണമായിരുന്നു. നാളെ കുക്ക് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ രാവിലെ വരാൻ പറ്റും കേട്ടോ സച്ചിയർ. ബട്ട് ബിറ്റ്വീൻ 7 and 8 I will come on. നാളെ I will definitely come earlier. I forgot, tomorrow is Monday to Friday I am working from home. അതുകൊണ്ട് ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. We have a strong resilience over the virus infection, which is fantastic. അതുപോലെ I'm seeing the comments here. If you are able to find an opportunity to speak to each other, please do, which is fantastic. I'm glad you're waiting for Advika's craft. I'll tell her, Gigi, this is very encouraging. Thank you so much. You encourage me to do things better. You encourage Advika to do things better. Your comments encourages us to do better. I get a lot of personal emails stating opinions and views, and I'm really grateful and thankful for that, because I'm someone who believes that feedback and input from people is tremendous and is really needed. Okay, so I will Advika will see you guys later. Hi Anuradha. I will not come in her live. I am in her life. Adendachalle she should learn to do it on her own, and she likes to do it on her own.
ഷീ ഡസൻ വോണ്ട് മീ ടു ബി ദെയർ. എന്നോട് പോയി ഇരിക്കാൻ പറയും, ഗോ ഡൗൺ സ്റ്റേഴ്സ്, മാറി ഇരിക്കാൻ പറയും. ആൻഡ് ഷീൽ സെറ്റ് അപ്പ് ദ ഹോൾ തിങ്. നമ്മൾ കുട്ടികളോട് അങ്ങനെ അഡ്വഞ്ചറസ് ആവണം. നമ്മളവരെ തെറ്റുകൾ ചെയ്യാനും തെറ്റുകളിലൂടെയും മണ്ടത്തരങ്ങളിലൂടെയും പഠിക്കാനും സഹായിക്കണം. ഒരു 2 മണി മുതൽ 4 മണി വരെ ആയിരിക്കും ജിജി അവളുടെ ടൈം മാനേജ്മെൻറ്റ് ഇസ് സംതിങ് I'm terribly working on and it's not working. പക്ഷേ slowly it'll pick up. Yeah. So you will see Advika and Momo later during the day. It has been such a pleasure to speak to you. എനിക്കും ഒരു വലിയ മോട്ടിവേഷനാണ് രാവിലെ എഴുന്നേറ്റ് ഇത്രയും പേര് ഉള്ള ആൾക്കാർ ആരൊക്കെ തന്നെയാണെങ്കിലും കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. So we can all try and do our best. My God, today we have done 36 minutes. Take care all of you. And the makeshift live in the stand കൂടി കാണിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. മാർക്ക് അപ്പ് ദ ടൈംസ് വേർ ദ സ്റ്റോറീസ് ആർ. ആൻഡ് കുട്ടികൾക്ക് സ്റ്റോറീസ് മാത്രം ശരിയാക്കുന്നില്ല. എൻ്റെ ഓക്കെ വായിച്ചു കൊടുത്തോളൂ. ലവ് യു ഓൾ. ടേക്ക് കെയർ. സ്റ്റേ സേഫ്. ബൈ. ഐ വിൽ ഷോ യു മൈ സ്റ്റാൻഡ് ഓക്കെ ഓൺ ഹൗ ഇറ്റ് ലുക്സ്. കണ്ടോ, ഇതിലാ താത്ത് വെച്ചിരുന്നത്. ക്രേസി. ഇത് മോമോസിൻ്റെ കൂടാണ്. ഞങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. ഇത് എൻ്റെ സൈഡ് സ്റ്റാൻഡിലുള്ള ചെടികളാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ്, ഒത്തിരി വർഷമായിട്ടുള്ളതാണ്. ഓക്കെ, സോ ഹാവ് എ ഗ്രേറ്റ് വ്യൂ, ഹാവ് എ ലവ്ലി ഡേ. വടിയെടുക്കത്തില്ല. ലവ് യു ഓൾ ആൻഡ് Advika will see you later. Goodbye.